ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാലയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. കുറച്ച് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതാണ്. എന്നാൽ തീരെ ചെറുതല്ല. ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളാണിത്. ഇത് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ഇടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു വശമായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് വീണ്ടും തേങ്ങാപ്പാലിലെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇനി അതിലുള്ള കറിവേപ്പില കൂടി എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇതേ രീതിയിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കാഷ്യൂനട്ടാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. ഇതൊരു 3 മീഡിയം സൈസ് സവാള ഹാഫ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അത് സ്ലൈസ് ചെയ്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തക്കാളി ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കണം. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മസാലയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു തേങ്ങയുടെ 2ാം പാലാണ്. അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ മസാലയെല്ലാം നന്നായി ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ചാറെല്ലാം നന്നായി കുറുകി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 കശുവണ്ടിപ്പരിപ്പ് ഞാൻ കുതിർത്ത് നന്നായി അരച്ചെടുത്തതാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഒന്നുകൂടി റിച്ച് ആവുകയും നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലാണ്. അത് 1 കപ്പുണ്ട്. അതുകൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. നന്നായി കുറുകിയിരിക്കുന്നതുകൊണ്ട് പാല് പിരിയാറില്ല. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കാഷ്നട്ടും കിസ്മിസും വറുത്ത് വെച്ചിരുന്നത് കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്